ഗാനമേള? ഇവിടെ അടുത്തൊരു കോളേജിലെത്താ. പലഹാരത്തിന്റെ മണം അടിക്കാതെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതെവിടെയും പോയിട്ടുണ്ടാവും. ഓ ഓക്കൊരു പനി. ആണാ? ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ. പാത്തൂന് കല്യാണമല്ലോ വന്ന് കേട്ടു. ഞാൻ ഓർത്ത് പാത്തൂനെ കെട്ടിച്ച് ഇത്ത പരീക്ഷക്ക് പോയിട്ടുണ്ടാവും. ഓ അതൊന്നും നടക്കൂല മോനെ. ഇത്തൊരു വാക്കും കൂടെ പറ. നമ്മള് നടത്തും, നടത്തിയിരിക്കും. എന്നെ വിളിച്ചാ? ഓ ആവശ്യമുള്ള സമയത്ത് വിളിച്ച് ഒരുത്തനും വരില്ല. ഇത്ത ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? ഓൾക്ക് 20 വയസ്സ് കഴിഞ്ഞേക്കണ്. വരുന്ന ചെക്കന്മാർക്കൊന്നും ഓളെ പിടിക്കൂല. ഇനി ഓക്ക് പഠിച്ച ചെക്കന്മാർക്കൊന്നും ഓടെ പഠിപ്പും പിടിക്കൂല. പാത്തു എത്ര വരെ പഠിച്ചു? 10. 10 വരെ പഠിച്ചില്ലേ? 10 കൊല്ലം പഠിച്ചു. പക്ഷെ 6ാം ക്ലാസ് വരെ എത്തിയുള്ളൂ. ഓ ഒന്ന് പോമ്മ. ഇപ്പൊ എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. മമ്മൂട്ടിക്ക തട്ടിയത് ഞാൻ അറിഞ്ഞേയില്ല. കഷ്ടം. ടീപ്പർ ഇടിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ലോകത്തിലെ ഒരേ ഒരാൾ മാത്രമായിരിക്കും. അവനെങ്കിലും പ്രേമിക്കട്ടെ. ഉടനെ തന്നെ പാത്തുന്റെ കല്യാണം നടക്കട്ടാ. ഇൻഷാ അല്ലാ. മോനൊന്ന് പ്രാർത്ഥിക്കേ. ഓ പോയി വണ്ടി എടുക്കടാ. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ മക്കളെ. ഞങ്ങള് ചെല്ലല്ലോ അടിച്ചു പൊളിക്കലൊക്കെ നാട്ടുകാരാ. വണ്ടി എടുക്കടാ. കാണുമ്പോഴാണ് ബോസിനെ വിശുദ്ധ ബോസ് എന്ന് വിളിക്കാൻ തോന്നുന്നത്. എന്റെ പൊന്നോ വേണ്ട. ഈ ആത്മാർത്ഥം നീ ആ തെറ്റിക്കണ സ്ഥാനത്തെ കാണിച്ചാ മതി. എന്നാലും ബോസിന് ആത്മാർത്ഥയില്ലെന്ന് പറയാൻ പറ്റും. അത് പറ്റില്ല. ഒന്നുമില്ല, ഒരു മുൻകരുതല്. നീയൊക്കെ ചായ സോഡയും കുടിക്കാൻ പോയിട്ടെ 1 മണിക്കൂർ കഴിഞ്ഞല്ലേ തിരിച്ചു വന്നത്. ബോസേ അത് ഈ മണിച്ചേട്ടനെ പേടിച്ചിട്ടാ. പോടാ ദേവ, കണ്ടിന്യൂ. വെള്ളിപ്പൂവാമ്പൽ ചെണ്ടിലിരുന്ന് കാട്ടിയത് പറഞ്ഞാടി, അല്ലിപ്പൂതാരം കാറ്റിലഞ്ഞു ആമ്പലം നലിഞ്ഞാടുമ്പോൾ തൂളിപ്പോയി പൊന്നുമണി, ഇത് വരുന്നതിന് മുമ്പ് എനിക്കൊരു സിഗ്നൽ തരണ്ടേ? എടി, ഇത് വരുന്നതിനും പോകുന്നതിനും മുമ്പ് സിഗ്നൽ ഇതെന്താ ജയന്തി ജയന്തി എന്ന് വിചാരിച്ച കംപ്ലീറ്റ് താളം. ദൈവമേ, ദേവന്റെ ബോധം പോയാ? മണിയെ, ഞാൻ പറയുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ? എന്ത് കാര്യം? നമ്മളെ സുലൈമാൻകാരുടെ ടയർ വീട്ടിൽ ഒരു ബംഗാളി ഉണ്ട്. ഓന്റെ ബാപ്പ ബംഗാളിൽ ആയുർവേദ ചികിത്സ നടത്തുന്ന ആളാ. നാളെ നാട്ടിൽ പോയിട്ട് വരുമ്പോ ചില മരുന്നുകളൊക്കെ കൊണ്ടു കൊടുക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പരീക്ഷിക്കും പ്ലീസ്. നീ പറയണ സത്യമാണോ? ആന്നേ. എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. പക്ഷെ നീ എന്റെ കൂടെ വരുമോ? നീ ഹിന്ദി അറിയാൻ പറ്റില്ല. ബംഗാളിക്ക് നന്നായിട്ട് മലയാളം അറിയാം. നീയെ കൂടി അവന്റെ ഹിന്ദി കുഴപ്പിക്കാതിരുന്നാ മതി. എന്റെ പൊന്നനിയ, ഇതുകൊണ്ടും ഇത് നിന്നില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് പിരിച്ചുവിടുന്നല്ല, ഈ ബാൻഡ് തന്നെ ഞാൻ പിരിച്ചു നിന്നിരിക്കും. ഉറപ്പാണ്. ഇതുവരെ പരിപാടിക്ക് അവൻ കറക്റ്റ് അടിച്ചിട്ടില്ല. ദേവ, പരിപാടിയൊന്നുമില്ലേ? 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എന്റെ ദേവ, എത്ര നാളാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്? അബുക്ക, 3 പാലും വെള്ളവും പുഴുങ്ങിയ മുട്ടയും. ശരി. നീ എന്നിട്ട് പാലും വെള്ളം ചോദിക്കണത്? പാല് ചോദിച്ചാലും അബൂക്ക അതിൽ വെള്ളം ചേർത്തേ തരുള്ളൂ അല്ലേ അബൂക്ക? അല്ലടാ, അകട്ടീന്ന് ഞാൻ കറന്ന് തരാം. എന്റെ അബൂക്ക, നിങ്ങള് വെള്ളം തന്നപ്പോലെ പാലിന്റെ രുചിയാണ്. അത് ഗ്ലാസ് കഴിഞ്ഞിട്ടല്ലേ? ദേവാ, നിന്റെ പാട്ട് കേൾക്കാൻ എല്ലായിടത്തും വരണമെന്നുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങാൻ ഞമ്മക്ക് സമയം കിട്ടാറില്ല. ഭയങ്കര തിരക്കാണല്ലോ ഇവിടെ. അതിനെന്താ അബുക്ക, ഇക്കാക്ക് വേണ്ടി 2 വരെ ഞാൻ ഇപ്പൊ പാടും. എന്നായെങ്കിൽ 2 വേണ്ട, ഫുൾ ആയിക്കോട്ടെ. ഈ ചായക്കടയിലെ പാട്ടൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളു. നിങ്ങൾ തകർക്കേ. ദേവാ, നീ വെച്ച് പിടിച്ചോടാ. അതെ, പോണതൊക്കെ കൊള്ളാം. ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ?
എന്നാ ചെല്ലി പൊക്കോ. പണിയാ ഒരു യാത്ര പോണല്ലേ, കൈ കാശൊക്കെ ഉണ്ടാ? അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നെ. ഒന്ന് പോയോന്ന്, ബാക്കി കാശനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പഠിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ, കൊറേ നാളായില്ലേ പോയിട്ട്. ഞാനിപ്പോ വരാമേ, പോയക്കരുത് കേട്ടോ. ഇപ്പൊ വരാവേ. ഇതേപോലത്തെ ഒരുത്തുണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും. ആ പാത്തോടെ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു. വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കാനൊക്കെ പഠിച്ചാ? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നത്. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമ്മൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ കോർക്കാന്നും പറഞ്ഞ് നടക്കുവാ. ഒന്ന് പോവാൻ മണിച്ചേട്ടാ. പാത്തുവേ, ആ നീ കിന്നാനം പറഞ്ഞ് നിക്കണേച്ചേ. മാവ് കഴിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഉമ്മ ഇപ്പൊ ആരാ? എനിക്ക് വയ്യ എന്റെ ഉമ്മ. ആ ഇപ്പൊ എന്താ ഇങ്ങനെ? എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യ. ഇത്താ വേണ്ട. ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, ദാ പിടിച്ചോ. ആ ഇത് മണിക്ക്. അല്ല ഇതാ, ആ നിങ്ങൾ കുഴക്കടൊരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ ഇട്ട് വിഷമിപ്പിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴക്കുന്ന പോലെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാണ്ടല്ലോ, ഭീമിന്റെ വരുന്ന വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കി ദേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണേ. എനിക്ക് വേണ്ടെന്നേ. നിനക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ? ആ നിങ്ങൾ ഇതുവരെ പോയില്ലേ? ബോസേ എന്താടാ വന്നടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പടം ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദു ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ? റുക്കിയാത്തയുടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നിപ്പോവും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തയുടെ സ്നേഹമുണ്ട്. പാത്തൂന്റെ ഉണ്ട്. നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ ഇന്നോട്ടാ ഞങ്ങൾ തന്നെ വരെ. ചെല്ല്. അപ്പൊ എന്തു ഞാൻ കൂടി ഇന്ന് പപ്പടം കാച്ചു. പപ്പടങ്ങൾ സെക്ഷൻ. നിങ്ങൾ പെണ്ണുങ്ങൾ പോയിട്ട് സെലക്ട് ചെയ്താൽ മതി, ഞങ്ങൾ വന്നാൽ ശരിയാവില്ല. ഏട്ടനും കൂടി വാ. വേണ്ട മോളെ, നിങ്ങൾ ചെല്ലും. സൂക്ഷിച്ച്. ആ വാജയ, നമുക്കിവിടെ ഇരിക്കാം. എന്റെ അമ്മോ, കിട്ടിയില്ല സാധനടാ. കണ്ണില്ലെങ്കിൽ എന്താ, ബാക്കിയൊക്കെ സൂപ്പറാ. അതെ, പുളിങ്കൊമ്പ. എന്തായാലും എന്താ, നമുക്കൊന്ന് മുട്ടിയാലോ? വേണ, കുഴപ്പാവോ? എന്ത് കുഴപ്പം? കെട്ടാനൊന്നല്ലല്ലോ, മുട്ട കിട്ടിയാ ഊട്ടി. നിന്നെ ഞാൻ എടുത്തോളാം. അറിയില്ല. വേണ്ട വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞു. എങ്ങനെയുണ്ട് മീനാക്ഷി ചേച്ചി? സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ? പ്രോഗ്രാം ഇല്ലടാ, പട്ടണിയാ. എന്നാ പോയി തണ്ടടാ. ഇതിനൊരു മാറ്റൂലട്ടോ. അവനല്ല മാറ്റമില്ലാത്ത, നിനക്കാ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ടോ. ദേവ, അമ്മ എനിക്ക് വേണ്ടി കല്യാണക്കാരെ ആലോചിക്കുന്നുണ്ട്. എന്തിനാലോചിക്കുന്നേ? കെട്ടിയാ പോരെ? ആരെ? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവള് നിന്നെയല്ല ഇഷ്ടപ്പെടുന്നത്.
ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ടാ, കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണിയെ താനെ വന്നാ മതി. പിണങ്ങിട്ടുണ്ടാവും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എടാ ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയൂ, നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല? ഏത് പെണ്ണ്? നീ ആ മാളിൽ ഇടിച്ചിട്ട പെണ്ണ്. എടാ കള്ള, നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. എന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? അതൊക്കെ ഇഷ്ടപ്പെടും. നീ ആ ബാര ലുക്കല്ലടാ. ആണോ? പിന്നെ അല്ല. ആടന്നോ. പ്രളയം വന്ന പിന്നെ കര കയ്യേറിയവരൊക്കെ വീട് പുഴയിൽ തന്നെ ആയി. ജ്യോതിഷ വല്ലതും കിട്ടിയടാ? തീമിങ്കലത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വേണാ? അര വെച്ചേക്കാ. അവന്റെ പുച്ഛം കണ്ട. നമ്മള് കലാകാരന്മാരായതുകൊണ്ടാടാ. പരിപാടി കഴിഞ്ഞു വന്നാലും ഇപ്പൊ പരിപാടിയൊന്നുമില്ലെന്ന് ചോദിക്കും ഇവന്മാര്. ഗൾഫുകാരെ പോലെ. അതാണ്. ആ ദേവൂട്ടി, മോളെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കണു? നന്നായി നടക്കണു. നന്നായി പഠിക്കണം കേട്ടോ. ദേവൂട്ടി, ചേച്ചിയോടും അമ്മയോടും കുസൃതി കാണിക്കാറുണ്ടോ നീ? സത്യം? ഇവള് നല്ല കുട്ടിയല്ലേ. അതെ, നിന്റെ ദേവേട്ടനെ ഒരു കുഴപ്പവും കൂടാതെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദേവോലെ ഇങ്ങോട്ട് തിരിച്ചു തന്നെ. ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ. ഞാൻ ഇന്ന് ഈ പുഴ ചാടി ഒന്ന് തിമിർക്കും. അമ്മേ, അല്ലേട്ടാ, ഈ മണിയേട്ടന് അവിടെ കുളിക്കാറൊന്നുമില്ല. ഞങ്ങള് നിർബന്ധിച്ച ഇടയ്ക്കൊന്ന് കുളിക്കും. അമ്മേ, അമ്മ മാമന്റെ വീട്ടിൽ പോയിരിക്കുക, ഇപ്പൊ വരും. എന്താ അവിടെ വിശേഷിച്ച്? ശോഭേജിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്, അതിന്റെ കാര്യം അറിയാൻ പോയതാ. ആഹാ. ഏട്ടാ, ശോഭേ, ചെക്കൻ എങ്ങനെയുണ്ട്? ആരും കണ്ടില്ല. കണ്ടില്ലേ? ചെക്കൻ വന്നില്ല. ചെക്കന്റെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയി. സാരില്ല, ഇനി അങ്ങോട്ട് കാണാലോ. ഈ വിറകെടുത്ത് അടുക്കി വെക്കാൻ കുട്ടിയോട് പറഞ്ഞതാ, കേക്കില്ല. ആഹാ, മോൻ വന്നോ? നീ എപ്പോഴാ എത്തിയത്? ഞാൻ വന്നേ ഉള്ളമ്മേ. എങ്ങനെയുണ്ടടാ നിന്റെ ബാൻഡൊക്കെ? നല്ല രസമല്ലേ അവിടെ? അടിപൊളിയാ. അല്ല, മാമന്റെ അടുത്ത് പോയിട്ട് എന്തായമ്മേ? ഓ, അവർക്ക് ആവശ്യം സ്ത്രീധനായിട്ട് കുറച്ച് പണ, പെണ്ണിനൊന്നുമല്ല. മണി വന്നില്ലേ കൂടെ? ആ ഉണ്ട്. നീ വാ, വല്ലതും കഴിക്കാം. വാ. എന്റെ കൃഷ്ണ, എന്തൊരാർത്തി പിടിച്ച തീറ്റയാടാ അത്. നീ അവിടെ പട്ടിണി എടുക്കായിരുന്നോ? അവിടെ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം. പിന്നെ റൂമിലെ ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. ആരാടാ ഉണ്ടാക്കണത്? ഞാൻ. ആ വന്നാ. ഇതെന്തോടി? ഇത് ചേട്ടന് കൊണ്ടുവന്ന്, ഇതൊന്നും കൊടുക്ക്. ഇതെന്താന്നാ? മണിച്ചേട്ടന് ഇഷ്ടമുള്ള സാധന. അല്ല, എന്നിട്ട് ഇത് ഇങ്ങനെയാ കൊണ്ടുവരുന്നത്? ഒരു പാത്രത്തിലാക്കാണ്ട്. ഇതിങ്ങനെ വെച്ചാൽ മുഴുവനാവും തിന്നു. ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ല. ആകെ വാടിപ്പോയി. പിന്നെ വരാവേ. എന്താ ഇത്? അത് തിന്നോക്കട. എന്താന്ന് കണ്ണൂടെ? അമ്മേ, കനകം മൂലം കാമനി മൂലം കലഹം പലവിധ മുലകിൽ നിന്നാ. ഇത് അവളെ കുറിച്ചാ? അമ്മ ഇതിന് പോരും കൂടി വെച്ച്. മണിയെ, ഞാൻ ആ ദേവനെ കണ്ടിട്ട് വരാം. ഇന്ന് സ്കൂളിലോ ഇതെന്തോളെ കാണാത്ത? ഈ പടിമന്ന് വീട് എന്റെ കാലോടി, അത് ഉറപ്പാ. മാമൻ വന്നിട്ടുണ്ടേ. അയ്യോ, മാമൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ ചെയ്ത്താൻ വന്നിട്ടുണ്ടെന്നല്ല. ചെയ്ത്താനാണെങ്കിൽ പിന്നെയും സഹിക്കാം. അയ്യോ, ഇത് പെറ്റ തള്ള പോലും സഹിക്കില്ല. ഞാൻ പോവാ. അയ്യോ, എന്തൊരു സ്നേഹം. അല്ല, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പോണത്. സർബത്ത് 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 എന്നാ കേറ്റി. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെയൊക്കെ സർവന്റ് ആവുന്ന തോന്നണത്. ഓ, 2 റുപ്യ പോരുമ്പോളത്തിന് 2000 വർത്താനം പറയണ ബോസേ. എല്ലാ ഭംഗിമാരും ഉണ്ടല്ലോ. ഇതാണ് സ്പെഷ്യൽ. എനിക്കൊരു പീസ്. ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി തന്നത് ഇതൊക്കെ ഭയങ്കര ചെലവല്ലേ? എന്ത് ചെലവ്? പപ്പടത്തിന് മാവ് കുഴച്ചപ്പോഴേ
കുറച്ച് മാവ് മിച്ചം വന്നു. ഞമ്മള് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒരു സ്പെഷ്യൽ പലഹാരം അങ്ങോട്ട് ഉണ്ടാക്കി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? പുണ്യം കിട്ടും. എന്നാ ഈ പുണ്യം കൊണ്ട് തിന്നു. എന്റെ മക്കൾ ദുആ ചെയ്താൽ മതി. ഇത്തന്നെ പാത്തു പപ്പടം വലിയ കമ്പനിയായി തീരാൻ. എടുക്ക്. സൂപ്പർ. ആഹാ, ഇത്തേന്ന് പലഹാരം കൊണ്ടുവന്നെങ്ങനെയുണ്ട്? ഉച്ചക്ക് ഊണ് വേണ്ടായിരിക്കും അല്ലേ? ഇത്ത ഒരുപാട് നാളെ ഒരു പാട്ടൊക്കെ അങ്ങ് പാടിയിട്ട് നീ ഒരു കൊട്ടം കൊട്ടിക്കേ. ആഹാ, കസ്തൂരി തൈലമിട്ടു മുടി മിനുക്കി, മുത്തോട് മുത്തു വെച്ച വള കിലുക്കി,